ഈ സിനിമയിൽ ഇപ്പോൾ ഒരു ഹൊറർ ടൈപ്പ് ആണല്ലോ നമ്മുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു ഫീൽ വരുന്നത്. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തു അങ്ങനെ ഒരു കണ്ടന്റ് എടുത്തിട്ട് ഡെവലപ്പ് ചെയ്തതാണല്ലോ. അപ്പോൾ ഈ ഹൊററിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്? അതൊക്കെ യാദൃശ്യമായിട്ട് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ഈ പണ്ട് മുതൽ സിനിമ ചെയ്യണം ആഗ്രഹിച്ചിട്ട് എങ്ങനെ സിനിമയിലോട്ട് വന്നത്? ഒരു യാദൃശ്ചികമായിട്ടൊരു നായകനായിട്ട് വന്നതാണ്? ഒരു സിനിമാ നടനാകണമെന്നുള്ളത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ആഗ്രഹമാണല്ലോ അത്. പിന്നെ ആദ്യത്തെ പടത്തിൽ തന്നെ ഒരു മെയിൻ കഥാപാത്രമായിട്ട് വരാൻ കഴിയും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയാ, ദൈവനിശ്ചയം എന്ന് വേണമെങ്കിൽ പറയാം. സോൺറോയ് സാറിനെ പരിചയപ്പെട്ടതും അരുണിനെ പരിചയപ്പെട്ടതും ഇതൊക്കെയാണ് ഇതിലൊരു നിമിത്തമായത്. ഇപ്പോൾ നമ്മളിപ്പം ഒരു ഹൊറർ വൈബ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണൽ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ഒരു ഫീൽ വരുന്നത് സിനിമേൻ്റെ മണിച്ചിത്രത്താഴ് നിൽക്കണം, ഭയങ്കര ക്ലാസിക്കായിട്ട് വരുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു വീണ്ടും ഒരു ക്ലാസിക് ആയിട്ട് നമ്മുടെ ഈ സിനിമ മാറുമെന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്രയും ആൾക്കാർ പിടിച്ചെടുത്താൽ എന്ത് എലമെൻ്റാണ് ഇതിൽ ഉള്ളതെന്ന് തോന്നിയിരിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഹൊറർ ചിത്രമാണ്. ഇതിൽ ഇപ്പോൾ മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു മൂഡുണ്ടല്ലോ, ഒരു ഫീലുണ്ട്. എന്ന് പറയുന്ന പോലെ കർണിക എന്ന് പറയുന്ന സിനിമയ്ക്കും അത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകന് മനസ്സിലാവും ഒരു വേറൊരു ഫീലാണ്. വേറൊരു പാറ്റേൺ ഇതുവരെ വന്നിട്ടില്ലാത്ത, മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ ഈ മൂവിയുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മന്ത്രവാദം അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചൊരു വൈബൊക്കെ അടിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വൈബ് തന്നെയാണ് മൂവി പോകുന്നത്? അല്ല, അങ്ങനെ വൈബ് അല്ല. ഇത് കുറച്ച് ഹൊറർ ആണെങ്കിലും, ഹൊറർ ഉണ്ടെങ്കിലും ഇതിൽ കൂടുതലും ഇൻവെസ്റ്റിഗേഷൻ ആണ് വരുന്നത്. ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ. അപ്പോൾ ഈ ഒരു മൂവിയിൽ ഇപ്പം കർണൻ എന്ന കഥാപാത്രമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അതല്ലാണ്ട് ഭയങ്കരമായിട്ട് ഒരു നിങ്ങളെ പിടിച്ചു കൊള്ളിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആരുടെയാ ഈ സിനിമയിൽ? ഈ സിനിമയിൽ കുറേ പേരുള്ളതുകൊണ്ടാണ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആലോചിച്ചിരിക്കുന്നത്. അല്ല, ഈ സിനിമയിൽ നമ്മുടെ പ്രിയങ്ക മേഡം ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് ശരിക്കും സെൻട്രൽ ക്യാരക്ടർ. അതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ഇപ്പോൾ കർണൻ എന്ന് വിളിക്കുന്ന, ഞാൻ കർണൻ തന്നെ വിളിക്കാനേ. കർണൻ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്തൊരു മൂവിയാണ് ഇത്, കർണിക എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ഒരു നടൻ എന്നൊരു നിലയിൽ ഏറ്റവും ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ എടുത്ത ഒരു ചാലഞ്ച് അല്ലെങ്കിൽ എന്ത് പ്രിപ്പറേഷനാണ് എടുത്തത്? ഏറ്റവും ഫേസ് ചെയ്ത ഒരു ചാലഞ്ച് എന്തായിരുന്നു? ഈ കർണൻ എന്നുള്ള ക്യാരക്ടർ ഒരു പവർഫുൾ ക്യാരക്ടറാണ്. ഈ സിനിമയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കർണൻ. അപ്പോൾ കുറച്ച് ജിമ്മിനൊക്കെ പോവായിരുന്നു ഷൂട്ടിന് മുന്നേ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ സിനിമയിൽ ഒരു അവസരം കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ എന്ത് വേണേലും നമ്മൾ ചെയ്യും. അങ്ങനെ ജിമ്മിന് പോയി വെയിറ്റ് കുറച്ച് കൂട്ടി. ഇതിനേക്കാളും വെയിറ്റ് എനിക്ക് ആ സമയത്തുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അധികം ചിരിക്കുന്ന ഒരു ക്യാരക്ടറല്ല. അപ്പം ഡയറക്ടർ എന്നോട്, ഞാൻ പൊതുവെ കഴിക്കുന്ന ഒരാളാണ്, പക്ഷെ ഈ ക്യാരക്ടർ അങ്ങനെയല്ല, ഡിഫറെന്റ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം ഡയറക്ടറിൻ്റെ അടുത്ത് എപ്പോഴും പറയും, നീ ആ ക്യാരക്ടർ ഇങ്ങനെ പിടിച്ച് നടക്കണം, അപ്പം നിനക്ക് എളുപ്പമായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് പുതുമുഖങ്ങളുടെ പടമാണ് എന്നൊരു പൊതുവെ ഒരു സംസാരമുണ്ട്. അപ്പം എന്ന് വെച്ചിട്ട് ഞങ്ങളെ ഒന്നും കൈവിടരുത്. കാര്യം പുതുമുഖങ്ങളുടെ പടമാണെങ്കിലും നിങ്ങൾ കണ്ടിറങ്ങുന്നവർ നിങ്ങൾ രണ്ട് കൈ നീട്ടി ഇത് സ്വീകരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് തൃപ്തിയായിട്ട് ഈ സിനിമ കണ്ടിറങ്ങാൻ പറ്റും. കാര്യം അതിനുള്ള കണ്ടന്റ് അതിലുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ ഹിറ്റ് ആവട്ടെ ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.